അല്ല, ഞാൻ നിങ്ങൾ പറയുമ്പോഴറിയണം. പറഞ്ഞ സുരേഷാണോ? സുരേഷൊക്കെ പറഞ്ഞാൽ അത് അവസാന വാക്കാണ്. അദ്ദേഹം ബി ജെ പിയുടെ അത്യുന്നത നേതാവാണിപ്പോൾ. അതിനെ തർക്കിക്കാൻ ആർക്കാ കഴിയുക? ഞാനെന്തായാലും ഇല്ല തർക്കത്തിന്. ഞാൻ അതിലെ നേതാക്കളുടെ ഇടപെടൽ വേണമെന്നോ ആ സഹകരണ സംഘം ബി ജെ പിയുടേതാണെന്നോ ഒന്നും ഞാൻ പറഞ്ഞില്ല. സഹകരണ സംഘത്തിൽ വായ്പ എടുത്ത് ലക്ഷങ്ങളോളം വർഷങ്ങളായിട്ട് അടയ്ക്കാതെ കിടക്കുന്ന ആൾക്കാരെ ബി ജെ പിയുടെ നേതാക്കളായി ബഹുജനങ്ങളുടെ മുമ്പിൽ കൊണ്ട് നടക്കരുതെന്ന് മാത്രം സൂചിപ്പിച്ചെന്നേ ഉള്ളൂ. അല്ലാതെ ഞാൻ ബി ജെ പിയുടെ അല്ലെങ്കിൽ വാങ്ങിച്ചത് അങ്ങനൊന്നും പറഞ്ഞില്ല. ആ പേസ്റ്റ് ഒന്നുകൂടെ വായിച്ചാൽ മനസ്സിലാവും. അല്ല, അനിലിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത് വായ്പ എടുത്തിട്ട് തിരിച്ചടയ്ക്കാത്തവരും നിക്ഷേപങ്ങൾ മടക്കി വാങ്ങാൻ വരുന്നവരോടുള്ള നമുക്കൊരു ഉത്തരവാദിത്വം ഉണ്ടല്ലോ ഈ നിക്ഷേപകരോട്. അപ്പോൾ ആ ഒരു പ്രതിസന്ധിയാണ് അനിൽ നേരിട്ടത്. അതേ അവസ്ഥയാണ് ഞാൻ നേരിടുന്നതെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ഞാൻ ബി ജെ പിക്കാരുടെ എല്ലാ പേരും വെളിപ്പെടുത്തുമെന്നും പറഞ്ഞില്ല, നേതാക്കളായിട്ടുള്ളവരുടെ. അല്ല, ബി ജെ പി പ്രവർത്തകർ സാധാരണ പ്രവർത്തകർ ഒരുപാട് പേരുണ്ട്. ലോണുകൾ അടയ്ക്കാത്തത് വർഷങ്ങളോളം, ഇപ്പം നമുക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാകുന്നതാണ് ഈ ലോൺ എടുക്കുന്നത്. തിരിച്ചടയ്ക്കാനും ഒരു പരിധി വരെ ഒരു കൃത്യ സമയം വരെ ആകാം. പക്ഷേ ഇത്രയും പ്രതിസന്ധി നേരിടുന്ന ഒരു സംഘത്തിൽ ഉത്തരവാദിത്തമുള്ള നേതാക്കളായിരിക്കുന്നവർ പൈസ അടയ്ക്കണ്ടേ? അത് ചൂണ്ടിക്കാണിച്ചെന്നേ ഉള്ളൂ. അതൊന്നും ഞാൻ ഇപ്പോൾ പറയുന്നില്ല. അത് ഞാൻ എന്തായാലും വെളിപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് അപ്പം നിശ്ചിത സമയമാവട്ടെ, അടയ്ക്കുന്നില്ലെങ്കിൽ നോക്കാം. ആ അല്ല, ലക്ഷങ്ങളാണല്ലോ. ഒരു രാത്രി കൊണ്ടൊന്നും മറിക്കാൻ പറ്റില്ല. 10-15 വർഷമായി അടയ്ക്കാതിരിക്കുന്നവർക്ക് കുറഞ്ഞത് 2 ആഴ്ച സമയമെങ്കിലും കൊടുക്കണ്ടേ? അത്രേ ഉള്ളൂ. അല്ല, അതൊരു സമയം കൊടുക്കലായിരുന്നോ അങ്ങനെ ഒരു സോഷ്യൽ മീഡിയയിലൂടെ പറഞ്ഞത്? സമയം കൊടുക്കലാണ്, ഓർമ്മപ്പെടുത്തലാണ്. അതിനുശേഷം എന്തെങ്കിലും? അതാണ് ഞാൻ പറഞ്ഞത്. അതിനുശേഷം ചില ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്. അവർ അടയ്ക്കും 15 എന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഒരു ഉറപ്പ് കിട്ടിയിട്ടുണ്ട്. നോക്കാം. നേതാക്കളിൽ നിന്നൊന്നുമല്ല അവരുടെ. അല്ലല്ല, അവരെ നേരിട്ടൊന്നും ഉറപ്പൊന്നും തന്നിട്ടില്ല. ചില സൂചനകളുണ്ട് അങ്ങനെ. ആ ഇല്ല, അദ്ദേഹം പറയുന്ന പോലെ ഞാൻ അതിനകത്തൊന്നും അല്ലല്ലോ. പിന്നെ വിളിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ ഇപ്പോഴാണ് അത് അങ്ങനെ എനിക്ക് ബോധ്യം വന്നത് ഇപ്പോഴാണ്. ആ ഇനി എന്താണെന്ന് അറിയില്ല. റേഷൻ മുടക്കിയിട്ടുണ്ടോ എനിക്ക് അറിഞ്ഞൂടാ. ഇനി റേഷനും ഗ്യാസും എല്ലാം കിട്ടുമെങ്കിൽ കുഴപ്പമില്ല. അതുകൂടെ മുടക്കിയിട്ടുണ്ടെങ്കിലാണ് പ്രശ്നം. നോക്കാലോ. 84 കൺവീനറായിരുന്നു, ഇലക്ഷൻ കൺവീനറായിരുന്നു. ഏയ്, പറയുന്ന ആള് നേതാവായതുകൊണ്ട് എനിക്ക് പരാതിയില്ല. ആയിരിക്കും. അതൊന്നും കുഴപ്പമില്ല. ഒരുപാട് തിരക്കുകളില്ലേ. ഞങ്ങളൊക്കെ ബി ജെ പി വരുമ്പോൾ ബി ജെ പി അധികാരത്തിലൊന്നുമില്ല. ആദ്യം 84 ഇലക്ഷൻ 2 MP മാരായിരുന്നു ബി ജെ പി. അന്ന് ബി ജെ പിക്ക് തിരക്കുകളൊന്നുമില്ല. എല്ലാ പ്രവർത്തകർക്കും തമ്മിലൊക്കെ അറിയാമായിരുന്നു. ഇപ്പോൾ അതല്ലല്ലോ ബി ജെ പി. ഇപ്പം ബി ജെ പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾ കരുതുന്നത്? വലിയ ഉത്തരവാദിത്വവും വലിയ ഭാരിച്ച ചുമതലകളൊക്കെ ഉള്ള ആളല്ലേ. അദ്ദേഹം അറിയില്ല എന്ന് പറയുന്നതിൽ അത്ഭുതമൊന്നുമില്ല. ഇതൊക്കെ സ്വാഭാവികം. സുരേഷിനത്തിനെ കാണുമ്പോൾ ചോദിക്കുക. എനിക്കറിയില്ല. അല്ല, എനിക്കറിയാത്ത കാര്യം ഞാൻ എങ്ങനെ പറയും? അറിയില്ല ഗിരീഷേ. അപ്പം ഇന്നത്തെ അത്യാവശ്യമായി ഞാൻ അറിയാറില്ല. ഇല്ല, വിളിക്കാറില്ല. ഇല്ല. ആ അതെ, എന്നെ അറിയാറില്ല. പരിപാടിക്ക് അറിയാറില്ല. ഇല്ല. അല്ല, പാർട്ടിയുടെ ഭാഗത്തുനിന്ന് വേറെ ഒരു നടപടി ഉണ്ടാകണമെന്നല്ല അനിൽ വിചാരിച്ചതെന്ന് ഞാൻ കരുതുന്നു. ഞാൻ വിചാരിക്കുന്നത് അങ്ങനെയാണ്. കാരണം പാർട്ടി എന്നും ചെയ്യാനില്ല ഇതിനകത്ത്. പക്ഷെ പാർട്ടിക്ക് ചെയ്യാൻ കഴിയുന്നത് പാർട്ടിയുടെ മുഖങ്ങളായി ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന നേതാക്കളുണ്ടല്ലോ, അവരിത്തരം സഹകരണ സംഘങ്ങളിൽ ഭീമമായ കുടിശ്ശിക ഇട്ടിട്ടുണ്ടെങ്കിൽ അടയ്ക്കാൻ പറയാം. അതേ നമ്മൾ ആഗ്രഹിക്കുന്നുള്ളൂ, പ്രതീക്ഷിക്കുന്നുള്ളൂ. അത് ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും?
അല്ലല്ല, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ അങ്ങനെ ഒന്നും പറഞ്ഞില്ല. എനിക്കറിയില്ല. ഓക്കെ. തിരുവനന്തപുരം കോർപ്പറേഷൻ പ്രധാന തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നു. അപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ ഇങ്ങനെ ഈ ലോൺ എടുത്ത് തിരിച്ചടയ്ക്കാത്ത നേതാക്കൾ, അണികളെയും സഹപ്രവർത്തകരെ അറിയാത്ത നേതാക്കൾ, ഇവരൊക്കെ ഇങ്ങനെ വന്നാൽ ബി ജെ പിക്ക് സാധ്യതയുണ്ടോ? എന്താണ് ബി ജെ പി അത് ബാധിക്കില്ല? അപ്പോൾ ശരി.